എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫി അവനാണെങ്കിൽ അവസാനമായിട്ട് സാഞ്ചിയായിട്ട് ഫൈറ്റ് ഉണ്ടായ ആ ഒരു സ്ഥലം അതങ്ങനെ ലക്ഷ്യമാക്കി പോവാണ്. അവനാണെങ്കിൽ ദൂരേക്ക് നോക്കും, ഒരുപാട് വില്ലന്മാര് അവർ ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറും. പക്ഷെ വില്ലന്മാരാണെങ്കിൽ വിടാതെ ആ ബിൽഡിംഗ് തന്നെ വെട്ടി താഴെ ഇടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ മിറർ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ബീസ്റ്റ് ലേഡിക്ക് ഭയങ്കര അത്ഭുതം. ജിംബൈ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാണ്. മാത്രമല്ല മിറർ വേൾഡില് അവളുടെ പെർമിഷൻ ഇല്ലാതെ ചോപ്പറും ക്യാരറ്റും ചേർന്ന് ഓരോരുത്തരെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ ജിംബൈയെ തന്നെ സൂക്ഷിച്ചു നോക്കും. ലാസ്റ്റ് ടൈം ബിഗ് മോമിന്റെ ടീമിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോ അവളൊരു വലിയ ഡിമാൻഡ് അവന്റെ മുൻപിൽ വെച്ചതാണ്. ആ ഒരു ഡിമാൻഡ് കണ്ട് കൺഫ്യൂസ്ഡ് ആയാണ് ജിംബൈ വീണ്ടും അവളുടെ ടീമിൽ തന്നെ നിൽക്കാമെന്ന് സമ്മതിച്ചത്. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഇതുപോലെ ജിംബൈ കാല് മാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പെട്രോ ആണെങ്കിൽ ജിംബൈക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഒരു കാരണവശാലും ഇതുപോലുള്ള ബാഡ് ആയിട്ടുള്ള എംബറേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. വേസ്റ്റ് വില്ലത്തി അവൾ ടെൻഷനായിട്ട് പറയും, നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ അത് വളരെ എളുപ്പമാണ്, എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് പിന്നെ ജീവൻ ബാക്കിയുണ്ടാവില്ല. അത് കേട്ട് ചോപ്പർ ആണെങ്കിൽ അവളുടെ തലയ്ക്കൊരു ഒറ്റ അടി കൊടുത്ത് അവളെ അങ്ങനെ ഇറുക്കി കെട്ടും. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് അവർ ആ മിറർ വേൾഡിലെ യാത്ര അത് തുടരുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ബ്രൂക്കിനെ ഒരു കയറിലൊക്കെ കെട്ടി അങ്ങനെ ആട്ടി ആട്ടി കളിക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, ആദ്യമായിട്ടാണ് എൻ്റെ അസിസ്റ്റന്റിനെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത്, നിന്റെ കയ്യിലും നല്ല പവറൊക്കെ ഉണ്ട്, എനിക്കിത് ആവശ്യമാണെന്ന് പറഞ്ഞ് ബ്രൂക്കിനെ നോക്കി അവൾ ചിരിക്കും. ഇതിനുശേഷം പുട്ടിങ്ങും ബിഗ് മോമും അവർ രണ്ടുപേരും അവരുടെ പ്ലാനുകൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ഈസി ആയിട്ട് പറയും, സാഞ്ചിയുടെ ഫാമിലിക്ക് ഞാൻ ഓൾറെഡി വീര്യമുള്ള ചില ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു, അവരതൊക്കെ കുടിച്ച് ഇപ്പൊ ബോധം കെട്ട് കാണും. നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. ബ്രൂക്കിനാണെങ്കിൽ അത് വലിയൊരു ഷോക്കായിരിക്കും. കാരണം അവൻ ഒരിക്കലും പുട്ടിങ് എങ്ങനെയൊരു വില്ലത്തിയാണെന്നും അവൾ ചതിക്കുമെന്നും അവൻ കരുതിയിരുന്നില്ല. ബിഗ് മോം ആണെങ്കിൽ പുട്ടിങ്ങിനോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, ഇങ്ങനെയുള്ള സമയത്ത് അവരെങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. സോ നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ നീ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം മുന്നോട്ടേക്ക് പോവാൻ. ഉടനെ പുട്ടിങ് അവളുടെ കയ്യിലുള്ള ആ സ്പെഷ്യൽ ഗൺ എടുത്ത് കാണിക്കും. ഇതെന്റെ കയ്യിലുള്ളിടത്തോളം കാലം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിഗ് മോം ആണെങ്കിൽ അവരുടെ പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. എല്ലാവരും ആ ഒരു പാർട്ടി അത് മതിമറന്ന് ആഘോഷിക്കുകയായിരിക്കും. അപ്പൊ സാഞ്ചി അവൻ നിന്റെ അടുത്തേക്ക് വരും, നിന്റെ സ്കാർഫ് അത് പതിയെ ഉയർത്തും. ആ സമയത്ത് നിന്റെ റിയൽ ഫേസ് അത് അവന് കാണിച്ചു കൊടുക്കണം. നിന്നെ കണ്ടവൻ പേടിക്കുന്ന സമയം നീ ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം. ബ്രൂക്കാണെങ്കിൽ അവരുടെ പ്ലാൻ കേട്ട് ഞെട്ടുകയാണ്. സാഞ്ചിയെ കൊല്ലാനാണ് ഇവരുടെ പദ്ധതി എന്ന് അവൻ മനസ്സിലാക്കി. ബിഗ് മോം ആണെങ്കിൽ വീണ്ടും അവളുടെ പ്ലാൻ അത് തുടരുകയാണ്. സാഞ്ചിയെ കൊന്നതിന് ശേഷം പിന്നെ ഒന്നും നോക്കാനില്ല, പേടിച്ചു നിൽക്കുന്ന അവന്റെ ബ്രദറിനെയും ഫാദറിനെയും ഒക്കെ ഒരുപാട് ഗണ്ണുകൾ ചേർന്ന് അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്ത് ആ ജെറമിയ കിങ്ഡം അത് നമ്മൾ സ്വന്തമാക്കും. പിന്നീടാണ് അയർലാൻഡിലെ യഥാർത്ഥ ആഘോഷം അത് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫുൾ ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ സാഞ്ചിയുടെ ബെഡ്റൂം കാണിക്കും. പുറത്താണെങ്കിൽ ഒരുപാട് കാവൽക്കാര് കാവൽ നിൽക്കുകയാണ്. സാഞ്ചി ഇനി അവിടുന്ന് പോവാൻ പാടില്ല. അങ്ങനെ അവൻ പുറത്തേക്ക് പോയാൽ അവരുടെ പ്ലാനുകളെല്ലാം തന്നെ തകർന്നു പോവും. അവര് പതിയെ അകത്തേക്ക് നോക്കും. സാഞ്ചി ബെഡിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്യും. അവിടെ കിടക്കുന്നത് സാഞ്ചി അല്ല, അവന്റെ ഒരു അസിസ്റ്റന്റ് ആണ്. അവൻ ഞെട്ടി എഴുന്നേറ്റ്, അയ്യോ ഞാൻ ഇത്രയും നേരവും ഇവിടെയാണോ കിടന്നേ? സാഞ്ചി സെൻപായ് ആൾ ഇതുവരെ ഇവിടേക്ക് എത്തിയില്ലേന്ന് ചിന്തിച്ച് അവൻ ചുറ്റും നോക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വില്ലന്മാരുടെ ഒരു മീറ്റിംഗ് കാണിക്കും. അവരാണെങ്കിൽ ബ്രൂക്കിന്റെയും പെട്രോയുടെയും ഫോട്ടോ അത് രണ്ട് സ്ട്രൈക്ക് ചെയ്യും. അവർ രണ്ടുപേരും ഓൾറെഡി ട്രാപ്പിലായി. ഇനി നമുക്ക് അവരെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ളവരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യും. അതിനുശേഷം നാമിയുടെയും ചോപ്പറിന്റെയും ഫോട്ടോസ് എടുക്കും. ഇവരെയും ബിഗ് മോമിന്റെ മകൾ ആ ബീസ്റ്റ് ലേഡി അവൾ പിടിച്ചു കഴിഞ്ഞു. സോ ഇവളെ കുറിച്ചും ഇനി ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇനി അവരെ കുറിച്ചും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് നാമി ആൻഡ് ലൂഫി അവർ രണ്ടുപേരും ആ ലൈബ്രറിയിൽ തന്നെ ഇല്ലേ, അവർ രക്ഷപ്പെട്ടു പോയെന്ന് ആ ക്രീം തലേനോട് ചോദിക്കും. അവനാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞ ഇവരെല്ലാവരും അവനെ കളിയാക്കും, പണിഷ് ചെയ്യും. അതുകൊണ്ട് അവൻ പറയും, ഞാൻ അവരെ ഒരുപാട് ഉപദ്രവിച്ചു, അവസാനം എനിക്ക് കൺട്രോൾ പോയി, ഞാൻ അവരുള്ള ബുക്ക് തന്നെ
തീയിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയും. അത് കേട്ട് ബാക്കിയുള്ളവര് ഇപ്പൊ നാമിയുടെയും ലൂഫിയുടെയും ഫോട്ടോയും ക്രോസ് മാർക്ക് ചെയ്യും. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് അവരുടെ ആ മീറ്റിംഗ് അതവിടെ എൻഡ് ചെയ്യും. അല്പസമയം കഴിഞ്ഞ് ആ മാൻഡോർ അവനാണെങ്കിൽ കുറച്ച് അസിസ്റ്റൻസിനെ അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. കാരണം ആ ക്രീം തലയൻ പറഞ്ഞതില് അവന് വലിയ വിശ്വാസമില്ല. സോ എത്രയും വേഗം നമ്മുടെ സെക്യൂരിറ്റീസ് അത് കുറെ കൂടെ ടൈറ്റ് ആക്കണം. ഒരു കാരണവശാലും അപകടങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. ലൂഫിയാൻ ടീം അവരൊരു ഭാഗത്തൂടെയും നമ്മുടെ പ്ലാനുകൾ തകർക്കാനായിട്ട് പാടില്ല എന്ന് തീർത്തു പറയും. മറ്റൊരു ഭാഗത്ത് സാഞ്ചി അവനാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് ടെൻഷനിലാണ്. എന്ത് ചെയ്യണം, ആരോടൊപ്പം പോകണമെന്ന് അറിയാതെ അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ കൺമുമ്പിൽ കാണുന്ന വില്ലന്മാരെ അവരെ എല്ലാവരെയും തന്നെ തല്ലി ഓടിച്ച് ആ പഴയ സ്ഥലത്തേക്ക് ഓടുകയാണ്. കാരണം അവിടേക്ക് സാഞ്ചി തിരികെ വരും വരെ ലൂഫി അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് സാഞ്ചിക്ക് കൊടുത്ത വാക്ക്. ആ വാക്ക് അവന് പാലിച്ചേ പറ്റൂ. മാത്രമല്ല സത്യങ്ങളെല്ലാം തന്നെ സാഞ്ചി അറിഞ്ഞ സ്ഥിതിക്ക് ലൂഫി അന്വേഷിച്ച് അവൻ അവിടേക്ക് വരാതിരിക്കില്ല. ലൂഫി ആണെങ്കിൽ ഒരുപാട് സമയമായി ഫുഡ് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവനിപ്പോൾ ആരോഗ്യമില്ല. എങ്കിലും അവൻ രണ്ടും കൽപ്പിച്ച് എല്ലാ സ്ട്രെങ്ത്തും എടുത്ത് ആ വില്ലന്മാരെ അട്ടിച്ച് താഴെയിടും. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ലൂഫിക്ക് വെല്ലുവിളിയായി ഒരു താടിക്കാരനും ഒരു സ്കെൽറ്റും അവറ്റകൾ രണ്ടുപേരും വലിയ സ്ക്വാഡൊക്കെ എടുത്ത് ലൂഫിക്ക് മുൻപിലേക്ക് വരും. ലൂഫി ആണെങ്കിൽ വീണ്ടും ഇല്ലാത്ത സ്ട്രെങ്തും പവറും ഒക്കെ ഉണ്ടാക്കി അവറ്റകളായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ അവറ്റകൾക്കാണെങ്കിൽ ഭയങ്കര പവറാണ്. ലൂഫി അവൻ അറ്റാക്ക് ചെയ്യുന്തോറും എല്ലാ അറ്റാക്കുകളിൽ നിന്നും അവര് അതിവിദഗ്ധമായിട്ട് തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ അവൻ വലിച്ചെറിഞ്ഞ ആ ഫുഡിലേക്ക് നോക്കും. ആക്ച്വലി അവൻ ഉണ്ടാക്കിയ ആ ഫുഡ് മുഴുവൻ റോഹാ ടീമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതെ ഞാൻ എങ്ങനെ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നി? ഒരു നിമിഷം കൊണ്ട് ഞാൻ അവരെ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് അവനിപ്പോ കരയാണ്. അങ്ങനെ സാഡായിട്ട് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും റോബിൻസ് അതുവഴി കടന്നു പോവാ. അവനാണെങ്കിൽ കറക്റ്റായിട്ട് സാഞ്ചിയെ നോട്ട് ചെയ്യും. സാഞ്ചി ഇപ്പോൾ ഉണ്ടാവേണ്ടത് അവന്റെ റൂമിലാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ആ വില്ലന്മാർ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ അതിൽ രണ്ടുപേരെ എടുത്തിട്ട് ആഞ്ഞടിക്കും. ഇനി ബാക്കിയുള്ളത് ആ താടിക്കാരനും സ്കെൽറ്റുമാണ്. അവരെ കൂടെ തകർത്തെറിയാൻ കഴിഞ്ഞാൽ ലൂഫിക്ക് ഈസി ആയിട്ട് ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. ആ താടിക്കാരനാണെങ്കിൽ ലൂഫി ഇടിക്കാനായിട്ട് കറങ്ങി വരും. അവൻ ക്ലോസ് എത്തേണ്ട താമസം ലൂഫി അവൻ സ്ട്രെയിറ്റ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഒരൊറ്റ ഇട്ടി. ആ ഒരു അടിയിൽ താടിക്കാരൻ്റെ കാറ്റ് പോവും. പക്ഷെ എന്താ, മൊത്തത്തിൽ ടയർഡായി ക്ഷീണിതനായി അവൻ താഴേക്ക് വീഴുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ല. ഈ ഒരു ഗ്യാപ്പിൽ ആ സ്കെൽറ്റാണെങ്കിൽ ലൂഫി അടിക്കാൻ ഓടിയെത്തും. അതിന് ലൂഫി അവന്റെ നെറ്റിയിലേക്ക് ഹോക്കി പവർ കൊണ്ടുവന്ന് ആ സ്കെൽറ്റ് വില്ലൻ അവൻ തൊട്ടടുത്തെത്തുമ്പോൾ പിടിച്ചു വലിച്ച് അവന്റെ നെറ്റിയിൽ ആഞ്ഞിടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ അവന്റെ നെറ്റി തകരും. ലൂഫി ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ ആ ഒരു ലക്ഷ്യസ്ഥാനം അതങ്ങനെ നോക്കി മനസ്സിൽ ഉറപ്പിച്ച് പതിയെ നടക്കും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ഇപ്പോഴും അവന്റെ കൺഫ്യൂഷനിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ബിഗ് മോം അവൾ പ്ലാൻ ചെയ്തതുപോലെ വിൻസ്മോക്ക് ഫാമിലിയെ മുഴുവനായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവളുടെ പ്രശ്നം അത് തീരും. മാത്രമല്ല ലൂഫിയെ വലിയ രീതിയിൽ ബാധിക്കില്ല. അവന്റെ മാസ്റ്റർ ഷെഫിനും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ സാഞ്ചി ഇപ്പോ ലൂഫിയുടെ അടുത്തേക്ക് തിരികെ പോയാൽ ഉറപ്പായാലും ബിഗ് മോം വെറുതെ ഇരിക്കില്ല. ബിഗ് മോം ലൂഫിയാൻ ടീമിനെയും അതുപോലെ തന്നെ എൻ്റെ വളർത്തച്ഛനായിട്ടുള്ള സീനിയർ ഷെഫിനെ കൊന്നു കളയുന്നൊക്കെ ചിന്തിച്ച് അവനാകെ വിഷമത്തിലിരിക്കുകയാണ്. അപ്പൊ ആ ബോബിനാണെങ്കിൽ സാഞ്ചിയുടെ അടുത്തേക്ക് വന്ന് കൂടെയുള്ള ഫുഡ് അതെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങും. ഹലോ, നീ ആ വിൻസ്മോക്ക് ഫാമിലിയിലെ സാഞ്ചിയല്ലേ? സാഞ്ചി ആണെങ്കിൽ പതിയെ തലയുയർത്തി അവനെ നോക്കും. അവന്റെ കയ്യില് സാഞ്ചി ഉണ്ടാക്കിയ ഫുഡ്. സാഞ്ചി ഫുൾ കലിപ്പില് അവനെ ആഞ്ഞടിച്ച് ഈ ഫുഡ് അത് നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ആ ഫുഡുമായിട്ട് അവിടുന്ന് ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.